ഒളിച്ചോട്ടം സമൂഹത്തിന് ഹാനികരം. ഒളിച്ചോട്ടം ദുരിതത്തിന് കാരണമാണ്. ചിറ്റൂർ റോട്ടിൽ നിന്നും വന്ന സച്ചിൻ സുരേഷ് എന്ന കുട്ടി ബന്ധുക്കളിൽ നിന്നും കൂട്ടം തെറ്റി ഇവിടെ സ്റ്റേജിന് പിന്നിൽ നിൽപ്പുണ്ട്. ചേട്ടൻ ബെൻസീർ ഹുസൈനോ അമ്മാവൻ ജേക്കബ് എബ്രാഹിമോ ഉടനെ തന്നെ സ്റ്റേജിലെത്തി കുട്ടിയെ കൈപ്പറ്റേണ്ടതാണ്. ശരി, നമ്മളിപ്പോ കളിക്കുന്നതൊക്കെ ആറ് പഴഞ്ചനാണ്. ഇപ്പോ ഇതൊന്നും അല്ല ഫാഷൻ. അപ്പോൾ നമ്മൾ ഐറ്റം ഒന്ന് മാറ്റി പിടിക്കണം. അതാ ഞാൻ ഉദ്ദേശിച്ചത്. നോക്ക്, കണ്ണു തുറന്ന് നോക്ക്, പുതിയ ഡാൻസ് എങ്ങനെ ഉണ്ടെന്ന്. എന്താ കസ്തൂരി, എന്താ പ്രശ്നം? കസ്തൂരി, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഈ പെണ്ണിന്റെ ഒരു കാര്യം. കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ചിങ്കാരി കളിയാടാൻ വാ. കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ചിങ്കാരി കളിയാടാൻ വാ.
ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? അതായത് നമുക്ക് ഒളിച്ചോടിയാലോ? അയ്യോ, എങ്ങോട്ട്? എന്തിനെ? നമ്മൾ ഇവിടെ കിടന്ന് എത്ര നാളാ സൈക്കിൾ ചവിട്ടുന്നത്? നമുക്ക് സിറ്റിയിലേക്ക് പോകാം. അവിടെ ആകുമ്പോൾ IMA-യുണ്ട്, റിയാലിറ്റി ഷോ ഉണ്ട്, പാട്ടുകാർക്കും ഡാൻസുകാർക്കും നല്ല പേരാ. ആണോ? എന്നാലേ നമുക്ക് ഈ തങ്കപ്പച്ചേട്ടന്റെ പാട്ട് കഴിഞ്ഞിട്ട് ഒളിച്ചോടാം. നീ നോക്കി, ചേട്ടൻ തുടങ്ങി. ക്ഷമിക്കണം കാന്താരിക്ക്, കസ്തൂരിക്ക് തെറ്റിപ്പോയതാണ്. ഞാൻ വെറും തങ്കപ്പനല്ല, മനോജ് കുമാറാണ്. സിനി ഫെയിം, റേഡിയോ ഫെയിം, സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മതങ്ങന്മാരെ എന്റെ ആരാധകർ. എന്റെ UDCക്ക് വേണ്ടി ഞാൻ പ്യാടട്ടെ. രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ, നീ പോകും വഴിയല്ല ഈ സീത വരും കൂടെ. കുളിരുള്ള പൂമ്പുഴയിൽ കുളിക്കാലോ, കുളിരുള്ള പൂമ്പുഴയിൽ കുളിക്കാലോ, കിളിയുള്ള മരച്ചൊട്ടിൽ കളിക്കാലോ, കാറ്റത്തു ചക്കര മാമ്പഴം പൊഴിയുമ്പോൾ ഇഷ്ടം പോലെ തിന്നാലോ. രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ, ഈ പോകും വഴിയല്ല ഈ സീത വരും കൂടെ, ഈ സീത വരും കൂടെ, ഈ സീത വരും കൂടെ. ആരെങ്കിലും എന്നെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകും. അയ്യോ ചേട്ടാ, അങ്ങനെയൊന്നും പറയാതെ നമുക്ക് ഇപ്പൊ തന്നെ പോകാം ചേട്ടാ. അയ്യോ, എന്താ? എന്ത് പറ്റി? ആള് വരുന്നെന്ന് കേട്ട ഓടിയതാ. മറിഞ്ഞങ്ങനെ അർമൂല്യത്തിന്റെ കണ്ണ് കുത്തിക്കേറിയതാ. അയ്യോ, വേഗം ആശുപത്രിയിൽ കൊണ്ടുപോകാം. നസീർ സാറിന്റെ ആശുപത്രി ഇവിടെ അടുത്താണ്, നമുക്ക് അങ്ങോട്ട് പോകാം. ഞാനിപ്പോ ശവമാകും, എന്റെ വേഗം ആശുപത്രി കൊണ്ടുപോകും. ചാട്ടി വേഗം, എന്റെ ദൈവമേ, ആ നിലവിളി ശബ്ദം വിടോ. കസ്തൂരി മാമി മലസരമേതു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. കസ്തൂരി മാമി മലസരമേതു. ചേട്ടൻ കുതിരയെ തടവുന്നത് ഇപ്പോഴും മറന്നിട്ടില്ല അല്ലേ? ഞാൻ കുതിരയെ തടവിയതല്ല പെണ്ണെ, ഹോസ്പിറ്റൽ തൊഴിലാളികളുടെ പണിമുടക്കിന്റെ പോസ്റ്റർ ഒട്ടിക്കുകയായിരുന്നു. വേണ്ടാത്ത പരിപാടിക്കൊന്നും പോകണ്ട. മുതലാളി നമ്മളെ രണ്ടുപേരെയും പറഞ്ഞു വിടും, പിന്നെ തെണ്ടി ജീവിക്കേണ്ടി വരും. We may be coolies, securities, attendants, but we are not beggars. ഓ തുടങ്ങി. ഇങ്ങോട്ട് വാ മനുഷ്യനെ. കാഷ്വാലിറ്റിയിൽ തിരക്കാണ്. ഡോക്ടർ ബോബനെയും ഡോക്ടർ ശാലിനെയും വിളിക്കാൻ എന്നെ പറഞ്ഞേച്ച് വാ. എവിടെ ബോബൻ ഡോക്ടറും ശാലിനി ഡോക്ടറും ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. ഓ ഇളക്കുരുവികളല്ലേ, ആ ഡ്യൂട്ടി റൂമിൽ കാണും, നോക്കാം. ഒരു ചിച്ചി ചിച്ചി ചിരകിൽ മഴവില്ലു വിരിക്കും മനസ്സിൽ ശുക്രിയ, ശുക്രിയ. കുറുകി കുഴലൂതി പാടും കുയിലേ ശുക്രിയ, ശുക്രിയ. നീ പാട്ടിന് കൂട്ടിന് പോരാ, കുളിർ കൊത്തുകൾ വാരി വിതയ്ക്കാം, ഈ നീല നിലാവിനു നേരാം. ശുക്രിയ, ശുക്രിയ, ശുക്രിയ. ഒരു ചിച്ചി ചിച്ചി ചിരകിൽ മഴവില്ലു വിരിക്കും മനസ്സിൽ ശുക്രിയ, ശുക്രിയ. മതി മതി പ്രേമിച്ചത്. കാഷ്വാലിറ്റിയിൽ അച്ഛൻ വേഗം വരാൻ പറഞ്ഞു. ആണോ? ദാ എത്തി.
അയ്യോ ഡോക്ടറെ എന്നെ രക്ഷിക്കണം, ഞാനിപ്പോ ചാവും. അയ്യോ ഓ മൈ ഗോഡ്, വയറ് മുഴുവൻ കമ്പി കുത്തിക്കേറിയിരിക്കുകയാണല്ലോ. മിസൈലൊന്നും ഇല്ലല്ലോ അല്ലേ? എമർജൻസി ഓപ്പറേഷൻ വേണം, വേഗം സർജനെ വിളിക്കൂ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ എന്താ പ്രശ്നം? എന്ത് പറ്റി? സർ, ആന വിരണ്ടപ്പോ ഓടിയതാ. ഹാർമോണിയം കയ്യിലുണ്ടായിരുന്നു, താഴെ വീണ് ഹാർമോണിയത്തിന്റെ കമ്പി പൊട്ടി വയറ്റിൽ കുത്തിക്കയറിയതാ. ഓഹോ, ഐശി. എന്നാൽ സർജനെ മാത്രമല്ല, അനസ്തീഷ്യ ഡോക്ടറെയും വിളിക്കും. വേഗം പേഷ്യന്റിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റും. വെരി അർജന്റ്. എന്താ ശരി? ഇന്ന് NABH ഇൻസ്പെക്ടർ ആണ്, ഓർമ്മയില്ലേ? അതുമല്ല, ഇൻസ്പെക്ടർ ഗദ്ദാറുമായി നമ്മുടെ കാഷ്വാലിറ്റി കിടക്കുന്ന കിടപ്പുകൾ ഇത് കണ്ടാൽ എന്റെ ലോകനാർക്കാവിലമ്മയാണ് സത്യം. നമുക്ക് NABH കിട്ടില്ല. ചേട്ടൻ വിഷമിക്കാതെ, ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ചേട്ടൻ ഇൻസ്പെക്ടറെ റിസീവ് ചെയ്യൂ. ഡോക്ടർ ജാദവ്, ഈ ഡാൻസ് കളിച്ചത് മതി. ഈ പേഷ്യന്റിനെ നോക്കൂ. കശ്മലൻ ആളത്ര വെളിപ്പല്ലോ. ഞാനിവിടുത്തെ സീനിയർ സർജനാ. നോക്കട്ടോ. ഇതാര ഭീഷ്മരാ, നിറയെ കമ്പികളാണല്ലോ. അയ്യോ ഡോക്ടറെ, ഞാൻ രക്ഷപ്പെടുവോ? രക്ഷപ്പെടുത്താൻ ഞാനെന്താ ദൈവോ? കമ്പിയില്ല, ഞാൻ ഊരിത്തരാം. ഇതിലും വലിയ കമ്പി ഞാൻ ഊരിട്ടുണ്ടേ. മാളു, തിയേറ്റർ റെഡിയാക്കൂ, എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ കൊത്തിയായി. നില്ല്, കാർഡിയോളജി കൺസൾട്ടേഷൻ വേണം. കണ്ണ് കലങ്ങിയിരിക്കുന്ന കണ്ടോ? ഒപ്താലും ന്യൂറോയും കാണണം. ബ്ലഡ് എല്ലാം ഡീറ്റെയിൽ ആയി നോക്കണം. പിന്നെ സ്പൈനല് തീർത്തോണം. എന്റെ പൊന്നു മാളു, കാശൊക്കെ പൊട്ടി പാളീസായിരിക്കുകയാണ്. നീ വെറുതെ അതും ഇതും പറഞ്ഞേക്ക് കേസ് തള്ളാതെ വേഗം തിയേറ്റർ റെഡിയാക്ക്. ഇവിടെ ആരാണ് ഹോസ്പിറ്റൽ ഡയറക്ടർ? ഞാനാണ്. ഇതിന്റെ ഭാര്യ ഷീല, ഹോസ്പിറ്റലിന്റെ ചെയർപേഴ്സണാണ്. നമസ്കാരം സാർ. ഇതെന്താ നസീറെ, നിങ്ങളുടെ ആശുപത്രിയിൽ സൈനേജും ബോർഡൊന്നും ഇല്ലേ? ആളുകൾ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. ഷൈനേജ് ഒക്കെ റെഡിയാണ് സാർ, ഇപ്പോൾ ഫിക്സ് ചെയ്യും. ഇതെന്താണ്, സ്പൈൻ ബോർഡ് ഇല്ലാതെയാണോ പേഷ്യന്റിനെ റിസീവ് ചെയ്യുന്നത്? കഷ്ടം. നോക്കട്ടെ, നമുക്കൊരു ഹോസ്പിറ്റൽ റൗണ്ട്സിന് പോകാം. സാർ, ഇതെന്താ, വളയും മാലയും മോതിരവും എല്ലാം ഉണ്ടല്ലോ, ഇങ്ങനെയാണോ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്? ക്ഷമിക്കണം സാർ, ഇത് ബിസിനസ് ഡെവലപ്മെന്റ് ഫോട്ടോഷൂട്ടാണ് സാർ. സത്യത്തിൽ ഇവിടെ ഇഞ്ചക്ഷൻ ഒന്നും കൊടുക്കുന്നില്ല സാർ. ഇതെന്താണ്, എക്സിബിഷനാണോ? കുറെ ആളുകളുണ്ടല്ലോ ഇവിടെ. സാർ, അത് ഓപ്പറേഷൻ തിയേറ്ററാണ് സാർ. OT ടെക്നീഷ്യൻ, അനസ്തീഷ്യ ടെക്നീഷ്യൻ, ടൈം ഔട്ട് നേഴ്സ്, ഫ്ലോർ നേഴ്സ്, പിന്നെ സർജറി, അനസ്തീഷ്യ, PGസും ഒക്കെയാണ് സാർ അറിയിക്കുന്നത്. നല്ല കാര്യം. എന്നാ പിന്നെ നിങ്ങൾക്ക് ആ OPയിൽ തന്നെ സർജറി ചെയ്താൽ പോരായിരുന്നോ? ഇതെന്താ, ഹോളി ആഘോഷമാണോ? അല്ല സാർ, ഇത് നമ്മുടെ സർജറി ഒരു ബൈസ്റ്റാൻഡർ കുത്തിയതാണ് സാർ. ഓ മൈ ഗോഡ്, കുത്തിയെന്നോ? എന്നിട്ട് നിങ്ങളൊന്നും റിയാക്ട് ചെയ്തില്ലേ? ഉണ്ട് സാർ, ദേ നോക്കിയേ, ഞങ്ങളെല്ലാം കറുത്ത ബാഡ്ജ് കുത്തിയിട്ടുണ്ട്. യെസ് സാർ, ഞാനും കുത്തിയിട്ടുണ്ട്. മാനേജ്മെന്റ് ഡോക്ടർമാർക്ക് ഫുൾ സപ്പോർട്ട്. കലികാലം, നമുക്ക് റൗണ്ട്സ് നിർത്താം. ഞാൻ റിപ്പോർട്ട് അയച്ചേക്കാം.
എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു, എല്ലാം തകർന്നില്ലേ? സർ കിട്ടി കിട്ടി, എന്നെ ബീച്ച് കിട്ടി. കിട്ടിയോ? ഇത് സത്യമാണോ? കിട്ടി സർ കിട്ടി. ഇൻസ്പെക്ടർ കാറിൽ കയറുന്നതിന് മുമ്പ് പറഞ്ഞു NC ഒന്നും ഇല്ലെന്ന്. നമ്മൾ ചിഞ്ചിനാക്കടി എന്ന എല്ലാവരെയും വിളിക്ക്, നമുക്ക് അടിച്ചു പൊളിക്കാം. लगा के कोकोनट में लस्सी मिला के आ जाओ सारे मूड बना के मुझको तो थोड़ा राउंड घुमा के अन्ना के जैसा चश्मा लगा के कोकोनट में लस्सी मिला के आ जाओ सारे मूड बना के എന്റെ പ്രിയപ്പെട്ട അങ്ങ്, ഈ ആശുപത്രി അങ്ങയുടെ സ്വപ്ന സാഫല്യമാണെന്ന് എനിക്കറിയാം. അതിന് എന്നെ BH കിട്ടുന്നതിൻ്റെ ആവശ്യം അങ്ങയെ പോലെ എനിക്കുമറിയാം. ഇന്നത്തെ നമ്മുടെ അവസ്ഥയിൽ ഈ അംഗീകാരം നേടാൻ മറ്റൊരു വഴി ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ മധുസാറിൻ്റെ കൂടെ പോകുന്നു. ജയഭാരതിയും ശാരദയും വിധുവാലയും അങ്ങയുടെ സഹായത്തിനായുള്ള എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. എൻ്റെ പ്രിയപ്പെട്ട നസീർ സാർ, ദശകങ്ങളായി എൻ്റെ മോഹമായിരുന്നത്. പക്ഷേ പാട്ടുപാടി കടാപ്പുറത്ത് അറിയാനായിരുന്നു എൻ്റെ വിധി. ഇന്ന് ഈ IMA ലഗോണിലെങ്കിലും ഞങ്ങൾ ഒന്നിക്കട്ടെ.